കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽത്തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി ഏറെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവനും നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോട് കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികയെ എഴുന്നേൽക്കുമെന്നർത്ഥമുള്ള തലീഥാക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. 2 വ്യക്തിത്വങ്ങളെ ഇന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആഴമായ വിശ്വാസം, ദൈവത്തെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ആഴമായ ഒരു വിശ്വാസം. ഒരു സൈഡിൽ ഒത്തിരിയേറെ അധികാരവും ശക്തിയും അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ മാന്യതയുമൊക്കെ ഉള്ള ജൈറോസ് എന്ന് പറയുന്നൊരു വ്യക്തി തൻ്റെ മകൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചു വരികയാണ് ക്രിസ്തുവിൻ്റെ അടുക്കൽ. അതായത് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ജൈറോസിനെ കാണാൻ പറ്റും. ഒരു അപ്പൻ എന്തുമാത്രം മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അതായത് എൻ്റെ മകൾ മരണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരുന്ന, ഏറ്റവും എളിമയോടെ ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ജൈറോസിനെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ 12 വർഷമായി അതികഠിനമായ രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആഴമായ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്നു. 2 അത്ഭുതങ്ങളും പ്രകാരമാണ്. ആഴമായ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്നു. ഇവിടെയൊക്കെയുള്ളൊരു വലിയൊരു പ്രത്യേകത, വലിയ ജനക്കൂട്ടം ഈശോയുടെ കൂടെയുണ്ട്. ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ കൂടെയുണ്ട്, ഈശോയെ തൊടുന്നുണ്ട്, ഈശോയെ തെക്കിഞ്ഞെരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ
വിശ്വാസത്തോടെ കർത്താവിനെ തൊടാൻ തുടങ്ങുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഈ രക്തസ്രാവക്കാരി സ്ത്രീയോട് ആരെങ്കിലും ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഇതുപോലെ രോഗസൗഖ്യം നൽകുന്നൊരു വ്യക്തിയാണ്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവുള്ളവൻ ഈശോ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അതേ സമയത്ത് സമൂഹത്തിൽ അവൾ ഒരു ഐറ്റം പോലെ അവളെ മാറ്റി നിർത്തപ്പെട്ടവളാണ്. സമൂഹത്തിൽ എല്ലാവരുടെയും ഇടയിലേക്ക് വരാനായിട്ട് അവൾക്ക് യാതൊരു അവകാശവുമില്ല. സമൂഹത്താൽ മാറ്റി നിർത്തപ്പെട്ട അവഗണിക്കപ്പെട്ടവളായിരുന്നു അവൾ. പക്ഷേ അത്രയും ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് അവൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിനവളെ സഹായിച്ചത് അവളുടെ ആഴമായ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുമ്പോൾ, അതായത് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്കൊക്കെ ആ ഒരു ധൈര്യമുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം, അതുപോലെ തന്നെ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ധൈര്യവും കൂടെയായിരുന്നു. ഇന്ന് പലപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും പറയും ഞങ്ങൾ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ കൊണ്ടോ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തട്ടുകേടുകളൊന്നും സംഭവിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാം എന്നുള്ളൊരു മനോഭാവമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആ ഒരു വലിയ അടുപ്പമാണ്. മരണത്തിന് പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമായ വിശ്വാസം. അതുകൊണ്ടാണ് ദൈവത്തെ പോലും അതിശയിപ്പിക്കുക, ഈശോയെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വലിയ വിശ്വാസം ഈ രണ്ട് വ്യക്തികളിലും കാണുന്നുണ്ട്. ജൈറോസിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാമത് ആളുകൾ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ മകൾ മരിച്ചുപോയി, നീ ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. സൗഖ്യം തരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരികയാണ്, സൗഖ്യം തരാൻ വേണ്ടി. അപ്പോൾ ആ വരുന്ന വഴിക്ക് പറയുകയാണ്, നിൻ്റെ മകൾ മരിച്ചുപോയി, നീ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നീ വിശ്വസിക്കുക. ജൈറോസ് വിശ്വസിച്ചോ? വിശ്വസിച്ചു. ഈശോ പറഞ്ഞ കാര്യം അത് അപ്പാടെ വിശ്വസിക്കുവാനായിട്ട് ജൈറോസിന് സാധിച്ചു. സാരമില്ല, കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് തിരിച്ചു പോക്കോ, ഞങ്ങൾ ഇനിയും പോയി ശവടക്കൊക്കെ നടത്തിക്കോളാം എന്നല്ല ജൈറോസ് പറഞ്ഞത്. ഈശോ പറഞ്ഞത് വിശ്വസിക്കാനായിട്ട് ജൈറോസിന് സാധിച്ചു. അവിടെ അത്ഭുതങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളും കടന്നു പോകാറുണ്ട്. നമ്മുടെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കുവാനോ സമൂഹത്തിലായിരിക്കാനോ കുടുംബത്തിലായിരിക്കാനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നുണ്ടെങ്കിൽ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ തന്നെ നമുക്കും വിശ്വസിക്കാൻ പറ്റണം, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കുകയാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്നവരല്ല ഒരു ക്രിസ്ത്യാനി, മറിച്ച് ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം, മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആ ഒരു വലിയ ആഴമായ വിശ്വാസത്തോടെ നമ്മൾ ക്രിസ്തുവിലേക്ക് അടുക്കണം എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, ഈ ഒരു കൃപയും അഭിഷേകവും നമ്മളിൽ ലഭിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും യഥാർത്ഥ ക്രൈസ്തവ ജീവിത മാതൃകകളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ടുള്ള കൃപയും അഭിഷേകവും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.